നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇത് വാഗണാറിൻ്റെ പിൻഭാഗത്തെ ഡ്രം ബ്രേക്കാണ്. ഇത് ഊരി മാറ്റാൻ കാരണം, ഡ്രം ഊരി മാറ്റാൻ കാരണം വീല് ഫ്രീ ആയിട്ട് കറങ്ങുന്നില്ല. വളരെ പിടിച്ചാണ് വീല് കറങ്ങുന്നത്. അപ്പോൾ നമ്മൾ പ്രശ്നം അറിയാൻ വേണ്ടി ഇത് ഊരി നോക്കുന്ന സമയത്ത് കണ്ട കാര്യം, ഈ വീൽ സിലിണ്ടർ ജാമായിരിക്കുകയാണ്. വീൽ സിലിണ്ടർ ഇവിടെ ഇങ്ങനെ യാതൊരു ആക്ഷനും ഇല്ലാതെ ഇവിടെ സ്റ്റക്കായിരിക്കുകയാണ്. അപ്പോൾ ഈ പൊസിഷനിൽ ഇങ്ങനെ ഡിസ്കിലേക്ക് ചേർന്ന് ലൈനർ ഇരിക്കുന്നതാണ് വീല് ഫ്രീ ആയിട്ട് കറങ്ങാതിരിക്കുന്നത്. ഈ വീല് ഫ്രീ ആയിട്ട് കറങ്ങാത്തത് കൊണ്ട് തന്നെ മുമ്പോട്ട് പോകാൻ കൂടുതൽ ഇന്ധനം വാഹനം ചിലവഴിക്കേണ്ടി വരും. അത് ഇന്ധനക്ഷമതയെ കാര്യമായിട്ട് ബാധിക്കും. അപ്പോൾ നമുക്കിത് ഈ വീൽ സിലിണ്ടർ മാറേണ്ടതുണ്ട്. വീൽ സിലിണ്ടർ മാറുന്നതിനായിട്ട് വീൽ സിലിണ്ടറിൻ്റെ പിൻഭാഗത്ത് ഇവിടെ 10-ൻ്റെ ബോൾട്ട് കാണാം. ഈ ബോൾട്ട് ഊരുക. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഈ പൈപ്പും ബ്രേക്ക് ഫ്ലൂയിഡ് വരുന്ന പൈപ്പും കൂടി ഊരി മാറ്റണം. ആദ്യം ബ്രേക്ക് ലൈനർ 2 ഊരി മാറ്റണം. അതിന് ശേഷം വേണം നമുക്ക് വീൽ സിലിണ്ടർ ഊരിയെടുക്കേണ്ടത്. ലൈനർ ഊരി മാറ്റാൻ വേണ്ടി ഈ ലോക്ക് പ്രസ് ചെയ്തുകൊണ്ട് അഴിച്ച് 2 ലോക്കും ഊരി മാറ്റാൻ നമുക്ക് ഈ ബ്രേക്ക് പാഡ് രണ്ടും ഊരിയെടുക്കാൻ പറ്റും. ഡ്രം ഊരി മാറ്റുന്ന വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ആവശ്യമുള്ളവർക്ക് കാണാവുന്നതാണ്. ഇതാണ് വീൽ സിലിണ്ടറിൻ്റെ അവസ്ഥ. ഒരു ആക്ഷനില്ല, സ്റ്റക്കായിരിക്കുകയാണ്. പുതിയ വീൽ സിലിണ്ടർ കാണിച്ചു തരാം. ഇതാണ് പുതിയ വീൽ സിലിണ്ടർ. ഈ വീൽ സിലിണ്ടറിൻ്റെ ആക്ഷൻ നമുക്ക് കാണാം. ഇങ്ങനെ വർക്ക് ചെയ്യണം. ഇപ്പോൾ നിലവിൽ ഈ സിലിണ്ടർ സ്റ്റക്കായിരിക്കുകയാണ്. യാതൊരു ആക്ഷനും ഇവിടെ സംഭവിക്കുന്നില്ല. ഇതാണ് ഇതിൻ്റെ 2 പിസ്റ്റണാണ് വരുന്നത്. ഇവിടെയും ഈ സൈഡിലും 2 പിസ്റ്റണാണ് വരുന്നത്. ഇവിടെ ഇത് സ്റ്റക്കായിരിക്കുകയാണ്. ഈ മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരാറുള്ളത്. ഈർപ്പം കയറിയിട്ട് ഇത് സ്റ്റക്കായിരിക്കും. മഴക്കാലത്ത് ഒരാഴ്ചയിലധികമൊക്കെ വാഹനം ഉപയോഗിക്കാതിരിക്കുമ്പോഴാണ് ഇങ്ങനെ വീൽ സിലിണ്ടർ ജാമാകുക. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. നമുക്കിനി ഇവിടേക്ക് പുതിയ വീൽ സിലിണ്ടർ ഫിറ്റ് ചെയ്യാം. ഈ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ പൈപ്പ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് അഴിക്കാൻ വേണ്ടി ഇങ്ങനത്തെ കട്ട് സ്പാനർ ഉണ്ട്. ഈ കട്ട് സ്പാനർ മാത്രം യൂസ് ചെയ്യുക. എന്നാൽ മാത്രമേ ത്രെഡ് പോയത് നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ വീൽ സിലിണ്ടർ ഫിറ്റ് ചെയ്തു. ലൈനർ എല്ലാം കൃത്യമായിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വീൽ ഡിസ്ക് ഫിറ്റ് ചെയ്യാം. ഈ രീതിയിൽ വീല് കറങ്ങണം. ഇനി ഡിസ്കിന് മുകളിൽ വരുന്ന നട്ട് അത് ഫിറ്റ് ചെയ്യാനുണ്ട്. അതിനുശേഷം എയർ ഉള്ളത് ബ്ലീഡ് ചെയ്യണം. ഈ നിപ്പിൾ വഴിയാണ് എയർ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.